ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായമാണ്. നമ്മളുടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ ഈ 1ഉം 2ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ജോഷുവയുടെ പുസ്തകവുമായിട്ട് ഒരുപാട് സാമ്യങ്ങൾ കാണാൻ പറ്റും. കുറേ സ്ഥലങ്ങളുടെ പേര്, ഗോത്രങ്ങളുടെ പേര്, വ്യക്തികളുടെ പേര് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ആക്ച്വലി ഈ ന്യായാധിപന്മാരുടെ പുസ്തകം. അപ്പോൾ ജോഷുവയുടെ പുസ്തകം കഴിഞ്ഞ വർഷം വായിച്ച അല്ലെങ്കിൽ ലോഗോസിന് പഠിച്ച ആളുകൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് നമുക്ക് സ്ഥലങ്ങളുടെ പേരൊക്കെ പെട്ടെന്ന് കിട്ടും. അല്ലാത്തവർ പേടിക്കേണ്ട, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പേരുകളൊക്കെ തന്നെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അധ്യായം 1 നോക്കിയാൽ ടോട്ടൽ അതിൽ 36 വാക്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അധ്യായം നമ്മൾ ഒറ്റ വീഡിയോയിലെടുത്താൽ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ അധ്യായം 1 അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് കാനാൻ ദേശത്തെ വിജാതീയർ എന്നാണ്. ഹെഡിങ് എന്താണ്? 1-ാം അധ്യായത്തിൻ്റെ കാനാൻ ദേശത്തെ വിജാതീയർ. ഇതിൽ 1-ാമത്തെ വാക്യം പറയുന്നത് ഇതാണ്. നമുക്കറിയാം ജോഷുവ മരിച്ചതിന് ശേഷം അത്രയും നാളും ഇസ്രായേൽ ജനങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും കൺഫ്യൂഷൻ ഉണ്ടായില്ല. കാരണം എന്താണ്? ജോഷുവയാണ് അവർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് നേതൃത്വം വഹിച്ചത്. അപ്പോൾ ജോഷുവയുടെ മരണത്തിന് ശേഷം അവിടെ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ആരാണ് ഇനി യുദ്ധം ചെയ്യാനായിട്ട് ഞങ്ങളിൽ ആദ്യം പോകേണ്ടത്? ഈശോ അല്ലെങ്കിൽ കർത്താവിൻ്റെ മുൻപിൽ കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, ഞങ്ങളിൽ ആരാണിനി യുദ്ധം ചെയ്യാൻ പോകേണ്ടത്? അതിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരം അതാണ് 2-ാമത്തെ വാക്യം. അപ്പോൾ നമുക്ക് 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കാം. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ എന്താണ് ചോദിച്ചത്? കാനാൻ ദേശക്കാരോട് അല്ലെങ്കിൽ കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാനായിട്ട് തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത്? ഇതാണ് ഇസ്രായേൽ ജനം കർത്താവിനോട് ചോദിക്കുന്നത്. എപ്പോഴാണ്? ജോഷുവയുടെ മരണത്തിന് ശേഷം. അതിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരമാണ്. കർത്താവ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ. യൂദ എന്ന് ഉദ്ദേശിക്കുന്നത് യൂദ ഗോത്രമാണ്. യൂദ ആദ്യം പോകട്ടെ. ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഞാൻ ആ ദേശം എന്ന് പറയുമ്പോൾ ഏത് ദേശമാണ്? കാനാൻ ദേശമാണ് കേട്ടോ. ഞാൻ ആ ദേശം എന്ന് പറയുമ്പോൾ ഏത് ദേശമാണ്? കാനാൻ ദേശം. അപ്പോൾ യൂദ ആദ്യം പോകട്ടെ, കാരണം ആ കാനാൻ ദേശം ഞാൻ അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അവന് ഈസി ആയിട്ട് അവരെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമുക്ക് വായിക്കാം. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദ ആദ്യം പോകട്ടെ. ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ 3-ാമത്തെ വാക്യമാണ്. യൂദ സഹോദരനായ ശിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക. കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമയോൻ അവനോടുകൂടെ പുറപ്പെട്ടു. അപ്പോൾ ഈ 3-ാമത്തെ വാക്യത്തിൽ ഒരു എന്താ പറയുക, സഹോദര ബന്ധമാണ് ഇതിൽ എടുത്തു കാണിക്കുന്നത്. കാരണം യൂദ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ പോയാൽ മതിയായിരുന്നു. പക്ഷേ യൂദ അവിടെ ആരുടെ ഹെൽപ്പാണ് ചോദിക്കണേ? സ്വന്തം സഹോദരൻ്റെ ഹെൽപ്പാണ്, ശിമയോൻ്റെ ഹെൽപ്പാണ് ചോദിക്കണേ. ശിമയോനോട് പറയാണ്, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് നീ എന്നോട് കൂടെ വരിക. എന്നിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ് ഈ പറയണേ, കാനാന്യരോട് നമുക്ക് പോരാടാം. ഓക്കെ, കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ഈ ഒരു വാഗ്ദാനം തിരിച്ചു കൊടുത്തപ്പോൾ ശിമയോൻ എന്ത് ചെയ്തു? അവനോടുകൂടെ പുറപ്പെട്ടു. ഇതാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇനി 4-ാമത്തെ വാക്യം തൊട്ട് യുദ്ധം ആരംഭിക്കുകയാണ്. യൂദ യുദ്ധം ചെയ്തു. ഒന്നാമത് ദൈവം അവന് കൊടുത്ത അനുഗ്രഹം എന്താണ്? കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ആദ്യം ദൈവം ചെയ്തത് എന്തെന്നാണ്? കാനാന്യരെയും ഒപ്പം പെരീസ്യരെയും. ഇവർ രണ്ടുപേരും ശത്രുക്കളാണ് അല്ലേ? കുറച്ച് ശത്രുക്കളെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞായിരുന്നു. ആരൊക്കെയായിരുന്നു? കാനാന്യർ, മോവാബ്യർ, ആമോന്യർ, മിദിയാൻകാർ, ഫിലിസ്തീയർ. അതിൽ കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവരെന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? യൂദായും ഒപ്പം യൂദായോട് കൂടെ യുദ്ധം ചെയ്യാൻ പോയ സഹോദരൻ ശിമയോനും. ഓക്കെ, അപ്പോൾ യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബസേക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ബസേക്കിൽ വെച്ച് എത്ര പേരെ പരാജയപ്പെടുത്തി? 1ഉം 2ഉം അല്ല, 10,000 പേരെ പരാജയപ്പെടുത്തി. എവിടെ വെച്ച്? ബസേക്കിൽ വെച്ച്.
ഒന്നും കൂടെ നമുക്ക് 3ഉം 4ഉം വായിക്കാം. യൂദാ സഹോദരനായ ശിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക. കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമയോന് അവനോടുകൂടെ പുറപ്പെട്ടു. യൂദാ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. അടുത്തത് 5ാമത്തെ വാക്യമാണ്. വീണ്ടും ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാന്യരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തി. അപ്പോൾ നമുക്കറിയാം 4ാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിന് പുറപ്പെടുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം അവർക്ക് ചെയ്തു കൊടുത്തേ. ഒന്നാമത്തത് ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. 2, അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. 1, ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. 2, 10,000 പേരെ ബസേക്കിൽ വെച്ചവർ പരാജയപ്പെടുത്തി. ഇനി 5ാമത്തെ വാക്യത്തിൽ പറയുന്നത് 3ഉം 4ഉം കാര്യങ്ങളാണ്. 3ാമത്തെ കാര്യം, ബസേക്കിൽ വെച്ച് അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. രാജാവാണ് കേട്ടോ. അദോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. 4ാമത്തെ കാര്യം, നേരത്തെ ഏൽപ്പിച്ചു കൊടുത്തില്ലേ കാനാന്യരെയും പെരീസ്യരെയും, അവരെ യൂദായും ശിമയോനും കൂടി എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. ഇതാണ് 5ാമത്തെ വാക്യം പറയുന്നത്. 6ാമത്തെ വാക്യം പറയുന്നത്, അദോണി ബസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അപ്പം എന്താ ചെയ്തേ? അദോണി ബസേക്ക് ഇവരുടെ പിടി കൊടുക്കാണ്ട് എന്ത് ചെയ്തു? ഒളിച്ചോടി പോയി, പലായനം ചെയ്തു, വേറൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി. പക്ഷേ യൂദായും ശിമയോനും വിട്ടോ? ഇല്ല. യൂദായും ശിമയോനും അദോണി ബസേക്കിനെ പിന്തുടർന്ന് പിടിച്ചു കൊണ്ടുവന്ന് പെരുവിരൽ എവിടേക്ക്? കൈയിലെയും അതുപോലെ തന്നെ കാലുകളിലെയും, 2 കൈകളിലെയും 2 കാലുകളിലെയും പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. 7ാമത്തെ വാക്യം പറയുന്നത് അദോണി ബസേക്ക് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പെരുവിരലുകൾ, 2 കൈകളിലെയും 2 കാലുകളിലെയും പെരുവിരലുകൾ മുറിച്ച് കളയപ്പെട്ട അദോണി ബസേക്ക് പറയുന്ന കാര്യങ്ങളാണ് 7ാം വാക്യത്തിൽ പറയുന്നത്. അദോണി ബസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. എത്ര രാജാക്കന്മാരാ? 70 രാജാക്കന്മാർ. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് എന്താണോ ചെയ്തത് അത് തന്നെ എനിക്ക് ദൈവം തിരിച്ചു തന്നിരിക്കുന്നു. അവനെ ജെറൂസലേമിൽ കൊണ്ടുവന്നു. ആര്? നമ്മുടെ യൂദായും ശിമയോനും കൂടി അവനെ തിരിച്ച് ജെറൂസലേമിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. അപ്പോൾ അദോണി ബസേക്ക് എവിടെ വെച്ചാണ് മരിച്ചത്? ജെറൂസലേമിൽ വെച്ചാണ് മരിച്ചത്. ഇതാണ് 7 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 4ാമത്തെ വാക്യത്തിൽ യുദ്ധം ആരംഭിക്കുന്നത് മുതൽ 7ാമത്തെ വാക്യം തീരുന്നത് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാനാന്യരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ബസേക്കിലെ 10,000 പേരെ പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ 10,000 പേരെ കീഴ്പ്പെടുത്തി. അതുകൂടാണ്ട് അദോണി ബസേക്കിനെ കൈയും കാലും എന്ത് ചെയ്തു? പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു, കൈകളിലെയും കാലുകളിലും. പക്ഷെ ജെറൂസലേമിൽ വെച്ച് അവൻ മരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് 7 വരെയുള്ള അധ്യായത്തിലെ വാക്യങ്ങളിൽ പറയുന്നത്. 8ാമത്തെ വാക്യം ഇനി പറയുന്നത് യൂദാ ഗോത്രക്കാർ ജെറൂസലേമിനെതിരെ യുദ്ധം ചെയ്തു. ഓക്കെ, മാറി, അടുത്ത സ്ഥലത്തിൻ്റെ പേരായിട്ടോ. ജെറൂസലേമിൽ എതിരെ യുദ്ധം ചെയ്തു, അത് പിടിച്ചടക്കി. ഒന്നാമത് അവർ ചെയ്തത് എന്താണ്? ജെറൂസലേം പിടിച്ചടക്കി. 2ാമത് അവർ ചെയ്തത് അതിലെ നിവാസികളെ വാളിനിരയാക്കി. 3ാമത് അവർ ചെയ്തത് നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. അപ്പം 3 കാര്യങ്ങളാണ് ജെറൂസലേമിനെതിരെ യൂദാഗോത്രം ചെയ്തത്. എന്തൊക്കെയാണ്? യൂദാഗോത്രക്കാർ ജെറൂസലേമിനെതിരായി യുദ്ധം ചെയ്തു, അത് പിടിച്ചടക്കി, അതിലെ നിവാസികളെ വാളിനിരയാക്കി, 3ാമത് നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. 3 കാര്യങ്ങളാണ് ചെയ്തത്. 9ാമത്തെ അധ്യായത്തിൽ അടുത്ത സ്ഥലമായി ഇനി പറയുന്നത് നെഗേബ് കേട്ടോ. അപ്പോൾ അതിനുശേഷം യൂദാഗോത്രം നെഗേബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഓക്കെ, മലയോരങ്ങളിലും താഴ്വരകളിലും, നെഗേബിലെ മലയോരങ്ങളിലും താഴ്വരയിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. 10ാമത്തത് അടുത്ത സ്ഥലമാണ്. അത് ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോടാണ്. ഓക്കെ, ആദ്യത്തത് എവിടെ? 8ാമത്തത് എവിടെയാണ്? ജെറൂസലേം. 9ാമത്തത് നെഗേബ്. 10ാമത്തത് ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട്. 10ാമത്തെ വാക്യം പറയുന്നത് ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ടറിയപ്പെട്ടിരുന്ന പേരെന്തെന്നായിരുന്നു? കിരിയാത്ത് അർബ എന്നായിരുന്നു. ജോഷുവയുടെ പുസ്തകം പഠിച്ചവർക്കറിയാം. പണ്ട് ഹെബ്രോൺ അറിയപ്പെട്ടിരുന്നത് കിരിയാത്ത് അർബ എന്നായിരുന്നു. അവർ ഷേഷായി, അഹീമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. ഇവരെ 3 പേരും നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അനാക്കിൻ്റെ മക്കളുകളാണ് കേട്ടോ.
അനാക്കിൻ്റെ 3 മക്കളാണ് ശേഷായി, അഹീമാൻ, തൽമായി. ഇവരെ 3 പേരെയും പരാജയപ്പെടുത്തി. മനസ്സിലായോ? നമുക്ക് ഒന്നുകൂടി വായിക്കാം. യൂദാഗോത്രക്കാർ ജെറൂസലേമിനെതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദാഗോത്രം നെഗേബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു. ഹെബ്രോൺ പണ്ട് കിരിയാത്ത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ശേഷായി, അഹീമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. അടുത്തതായി 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 1 അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഓൾറെഡി നമ്മൾ ജോഷുവയിൽ പഠിച്ചതാണ്. ജോഷുവ 15, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണവ. ജോഷുവ 15, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും അതോടൊപ്പം തന്നെ ന്യായാധിപന്മാർ 1, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും സെയിം ആണ്. ന്യായാധിപന്മാർ 1, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും ജോഷുവ 15, 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും സെയിം ആണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ജോഷുവയിൽ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. പിന്നീട് അവർ ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. അപ്പോൾ ആദ്യം അദോണി ബസേക്കിൽ കാനാന്യരോട്, പെരീസയോരോട്, അദോണി ബസേക്കിനോട് എവിടെ ബസേക്കിൽ വെച്ചിട്ട്. പിന്നീട് അവർ ജെറുസലേമിലെത്തി. അതിനുശേഷം അവർ നെഹേബിലെത്തി. അതിനുശേഷം അവരെവിടെ വന്നു? ഹെബ്രോണിൽ വന്നു. ഹെബ്രോണിൻ്റെ പഴയ പേരെന്തായിരുന്നു? കിരിയാത്ത് അർബ എന്നായിരുന്നു. ഇപ്പോൾ അവരെത്തിയിരിക്കുന്നത് ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദബീറിൻ്റെ പഴയ പേരെന്തെന്നാണ്? കിരിയാത്ത് സേഫർ. ഇതെല്ലാം നമ്മൾ ജോഷുവയിൽ പഠിച്ചതാണ് അല്ലേ? കിരിയാത്ത് സേഫർ. 12-ാം വാക്യം പറയുന്നത്, കാലേബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ജോഷുവയിൽ പഠിച്ചതാണ്. കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനസിൻ്റെ പുത്രൻ ഓത്നിയേൽ ദേശം പിടിച്ചടക്കി. ദേശം പിടിച്ചടക്കി. കാലേബ് അക്സായെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. 14-ാം വാക്യം പറയുന്നത്, അവൾ ഓത്നിയേലിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ പിതാവിനോടൊരു വയൽ ആവശ്യപ്പെടാൻ അവന് നിർബന്ധിച്ചു. ശ്രദ്ധിക്കുക, ആരാ ചെന്ന്? അക്സ ചെന്ന് ഓത്നിയേലിനോട് പറയാണ്, എൻ്റെ പിതാവിനെ കാണുമ്പോൾ നീ അവനോടൊരു വയൽ ചോദിക്കണം. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങവേ കാലേബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? കാലേബ് ആരാണ്? അക്സയുടെ അപ്പച്ചനാണല്ലേ. കാലേബ് അക്സയോട് ചോദിക്കുകയാണ്. അക്സ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് കാലേബ് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് നീ ആഗ്രഹിക്കുന്നത്? 15-ാം വാക്യത്തിൽ പറയുകയാണ്, അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം തരിക. നെഗേബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏതാനും നീർച്ചാലുകൾ എനിക്ക് തരുക. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. അവൾ എന്താ പറഞ്ഞേ? എനിക്കൊരു സമ്മാനം വേണം, കാരണം ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നെഹേബിലാണ്, അവിടെ എനിക്ക് വേണ്ടത്ര നീർച്ചാലുകളില്ല, അതുകൊണ്ട് നീ എനിക്ക് നീർച്ചാലുകൾ തരണം. അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ മക്കൾക്ക് കൊടുക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്തു? അക്സയ്ക്ക് മലയിലും അതേപോലെ താഴ്വരകളിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. അടുത്തത് 16-ാമത്തെ വാക്യമാണ്. ഇതിൽ പറയുന്നത് മോശയുടെ അമ്മായപ്പനായ കെന്യൻ്റെ പിൻഗാമികളെ കുറിച്ചിട്ടാണ് കേട്ടോ. മോശയുടെ അമ്മായപ്പൻ്റെ പേരെന്തെന്നാണ്? കെന്യൻ്റെ പിൻഗാമികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെന്താ ചെയ്തത്? യൂദാഗോത്രക്കാരോടൊപ്പം ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന്, ഏതാണ് ഈന്തപ്പനകളുടെ നഗരം? ഈജിപ്ത് കേട്ടോ. ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗേബിലെത്തി. നെഗേബിൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ആരാദിന് സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. നെഹേബിൽ പ്രോപ്പറായിട്ട് എവിടെയായിരുന്നു? ആരാദിന് സമീപമുള്ള ഏത് മരുഭൂമി? യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊപ്പം ജീവിച്ചു. ആര്? മോശയുടെ അമ്മായപ്പനായ കെന്യൻ്റെ പിൻഗാമികൾ. ബാക്കി വരുന്ന വാക്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.